നമ്മുടെ നാടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റേ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ? കാരണം ഇവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക് ലൈഫും കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ ഒരുപാട് രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളും ജനങ്ങളെ സ്റ്റാഫുകളെ ബുദ്ധിമുട്ട് അതിന് ഏറ്റവും ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുമെന്ന് തോന്നാറുണ്ടോ നമുക്ക്? ഇതൊന്നും മാറും നമ്മുടെ രാജ്യം? നമ്മളെ രാജ്യം മാറണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ മാറിയാലേ നമ്മളെ നാട്. രാഷ്ട്രീയ നേതാക്കളാണ് നമ്മുടെ നാട്ടിൻ്റെ ഡെവലപ്മെന്റിനകത്ത് ബുദ്ധിമുട്ട് കേൾക്കുന്നത്. അങ്ങനെ ആണ് നമ്മളെ കണക്കൂട്ടലും അങ്ങനെയാണ്. പിന്നെ പലരെ എക്സ്പീരിയൻസ് നമ്മൾ അറിയുമ്പോൾ അതാണ് നമ്മളെ നാട് ഡെവലപ്പ് ആവാൻ ബുദ്ധിമുട്ട്. നാട്ടിലോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒട്ടേറെ തിരക്കുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. നാട്ടിൽ ഒരു 2 monthsനൊരിക്കൽ ഒരു 5 days അച്ഛൻ കുടുംബം ഫാമിലിയായിട്ട് കാണാൻ പോകും. ഒരു 10 ദിവസം നിൽക്കും, തിരിച്ചു വരും. 30 വർഷത്തിന് മുമ്പുള്ള ട്രിവാൻഡ്രത്തുള്ള സുഹൃത്തുക്കളൊക്കെ എപ്പോഴും എല്ലാ സുഹൃത്തുക്കളെയും പോയി കാണും. ഞാൻ എല്ലാ സുഹൃത്തുക്കളെയും നാട്ടിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഫാമിലികളെ എല്ലാവരെയും പോയി നാട്ടിൽ പോയാൽ അവരെയൊക്കെ കാണും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ് ശരിക്കും? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ നാട്ടിൽ എൻ്റെ 2 സുഹൃത്തുക്കൾ. ഒന്ന് ഒരു കുമരേശനും ഒന്ന് കുമരേശൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പിന്നെ ഒരു കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ ശശി. ഇവർ 2 പേരാണ് എൻ്റെ ഇപ്പോഴും ഉണ്ട്, നാട്ടിലുണ്ട്, പോയാൽ കാണും. അതുപോലെ ഇവിടെ എനിക്ക് 2 ആത്മാർത്ഥമായ കൂട്ടുകാർ, ഒന്ന് ഇബ്രാഹിം, ഒന്ന് അബൂബക്കർ. ഇവർ 2 പേരാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാർ. അല്ല, അവർ വന്നിട്ട് ഇവിടെ സാധാ ഒരു പണിക്കാരനാണ്. ഇന്നും എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. ഒരാൾ മങ്കട, ഒരാൾ വന്നിട്ട് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഒരു 2 പേരാണ്. ഇവിടെ ഒരുപാട് സോഷ്യൽ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലമാണ് മലയാളികൾ പങ്കെടുപ്പിക്കുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് വരിക അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പല പരിപാടികൾ, അതിലൊക്കെ ഇൻവോൾവ് ആണ് ചേട്ടൻ? അല്ല, ഞാൻ വന്നിട്ട് നമ്മളെ ഇസ്ലാം നിയമപ്രകാരം ഈ ചക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അത് എൻ്റെ ബോസിൻ്റെ ഫാമിലികളും കൊടുക്കുന്നുണ്ട്. ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് ചക്കാത്ത് കൊടുക്കുന്നത് ആർക്കും ഒരു ഈ കൈ കൊടുക്കുന്ന മറുകൈ അറിയാൻ പാടില്ല. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പബ്ലിസിറ്റിക്ക് നമ്മളില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം വളരെ അറിയപ്പെടുന്ന ഒരു മലയാളിയായ വ്യവസായി, അതും കേരളത്തിൻ്റെ തെക്കേറ്റം തിരുവനന്തപുരത്തു നിന്ന് വന്നിട്ട് ഇവിടെ 30 വർഷങ്ങൾക്ക് മുമ്പ് വരികയും പിന്നെ സ്വന്തമായി കഠിനാധ്വാനത്തിൽ നേടി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് വേറെ എങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യാതെ തന്നെ നിന്ന് വ്യക്തിത്വം കീപ്പ് ചെയ്ത് ഇത്രയും പൊസിഷനിലെത്തി. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് അഭിമുഖത്തിൽ പങ്കെടുപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. ഇനിയും ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്, ഐഡിയാസൊക്കെ ഉണ്ട് ചേട്ടൻ. അപ്പോൾ ഇനിയും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ ഇതും നല്ലതായിട്ട് വരട്ടെ. അതിന് നമ്മളും പടച്ചവനെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും ഞാൻ നേരിടും. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ എന്നോടൊപ്പം സുദർശൻ ചേട്ടൻ്റെ സ്ഥാപനമായ ലോജിക് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജർ എല്ലാമായ ശ്രീ അഷ്റഫ്, കണ്ണൂർ സ്വദേശിയായ അഷ്റഫ് എന്നോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ലോജിക്കിൽ പങ്കെടുത്തിട്ട് സാധിക്കുക എത്ര വർഷക്കാലമായി? ഞാൻ 7 വർഷത്തെ ഒമാൻ ജീവിതവും ഒമാനിലായിരുന്നു ആദ്യം. പിന്നീട് 8 വർഷം കുവൈറ്റിലെയും ജീവിതം കഴിഞ്ഞ് 2 വർഷം മുമ്പാണ് ഇവിടെ ലോജിക് ഹൈപ്പർ സെൻറ്ററിൻ്റെ മാനേജറായി 2 വർഷം മുമ്പ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ മാനേജറായിട്ട് വരുന്നത് ഇവിടെ വന്നതിന് ശേഷം ആദ്യം ചെയ്ത ജോലി അതാണല്ലേ? ആണ്, മാനേജർ പോസ്റ്റിലാണ് വന്നത്. ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ? ദോഹ അല്ല, ഖത്തറിൽ ഒരു ത്രൂ റെഫറൻസ് വന്നാണ്. ഇവിടെ ആക്ച്വലി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവിടെ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പറേഷൻ, ഡേ ടു ഡേ ഓപ്പറേഷൻ ഞാനാണ് ചെയ്യുന്നത്. ഇത് MSM ഗ്രൂപ്പ് ആൻഡ് ലോജിക് ഇതിൻ്റെ സംയുക്ത സംരംഭമായാണ് ലോജിക് ഹൈപ്പർ മാർക്കറ്റ് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ തായ്വാനിൽ നിന്നുള്ള കോൾപെക്സ് വാട്ടർ പ്യൂരിഫയർ ഇവിടെ അതിൻ്റെ ഫ്രാഞ്ചൈസിയാണ് ഞങ്ങളിവിടെ ഖത്തറിൽ. അത് റിവേഴ്സ് ഓസ്മോസിസ് 5 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റമാണ്. അതിൻ്റെയും കൂടി മാനേജർ ഞാനാണ്. അങ്ങനെ രണ്ടും കൂടി ഒന്നായി വലിയ ബുദ്ധിമുട്ടുകളും തെറ്റൊന്നുമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട്. രാവിലെ എത്ര മണിക്കാണ്
ലോജിക്ക് ഷോപ്പ് തുറക്കുന്നത്? ഞങ്ങളുടെ ഷോറൂം ടൈമിംഗ് 6:30 മോർണിംഗ്, 6:30 ടു രാത്രി 12 o'clock വരെ. ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല. 6:30 കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഇവിടെ റാസൽ ഫാൻ ബേസ്ഡ് ഏരിയ ആയതുകൊണ്ട് പിന്നെ ഫീൽഡിലേക്ക് പോകുന്ന ആൾക്കാർ ബസ്സൊക്കെ വന്ന് അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ മോർണിംഗിൽ കിട്ടുന്നുണ്ട്. കസ്റ്റമേഴ്സ് അധികം പേരും ഏത് കസ്റ്റമേഴ്സ് എല്ലാം മിക്സാണ്. ഇന്ത്യൻസ്, നേപ്പാളീസ്, ശ്രീലങ്കൻസ്, അങ്ങനെ എല്ലാ അറബ്സ്, ഈജിപ്ഷ്യൻസ് ഒക്കെ ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള അറബ്സ് ഉണ്ട്. ഖത്തറികളെ സാധാരണയുള്ള ഒരു ലേബർ ക്ലാസ്, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് പൊതുവെ ഞങ്ങളുടെ ഷോപ്പുള്ളത്. അപ്പോൾ കസ്റ്റമേഴ്സും മെജോറിറ്റി ഓഫ് ദി കസ്റ്റമേഴ്സ് ഇതാണ് ഇവിടെ ലേബർ ക്ലാസ്. ഇപ്പോൾ നമ്മൾ ലോജിക് ഗ്രൂപ്പിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്? എല്ലാം അവൈലബിൾ ആണ്. എല്ലാം കസ്റ്റമർക്ക് ആവശ്യമുള്ള എല്ലാ തരം പ്രൊഡക്റ്റുകളും. ഫാർമസിയൊക്കെ ഉണ്ട്? ഫാർമസി ഇല്ല ഞങ്ങൾക്ക്. സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, അത് എല്ലാം ഇലക്ട്രോണിക്സ്. അൽഖൂറിൽ തന്നെ ഏറ്റവും നല്ലൊരു ഇലക്ട്രോണിക്സ് സെക്ഷൻ ഞങ്ങളുടെ ഷോറൂമിലാണുള്ളത്. ഇത് എത്ര സ്റ്റാഫുണ്ട് ശരിക്കും? ഞങ്ങൾ 85 സ്റ്റാഫ്, ടോട്ടൽ 85. അത് മലയാളികളുണ്ടോ? അതിൽ മലയാളികളുണ്ട്, ഒരു പകുതി മലയാളികൾ. പിന്നെ ഒരു 10-30 നേപ്പാളീസ്, കുറച്ച് ശ്രീലങ്കൻസ്, കുറച്ച് ബംഗാളി. അങ്ങനെ. അതെങ്ങനെയാണ് കാറ്റഗറി തിരിക്കുന്നത്? ഇത് ഇന്ന മലയാളി എല്ലാവർക്കും ഈക്വൽ പ്രോമിനൻസ് ആണോ അതോ? അല്ല. ഇവിടെ ഖത്തറിൻ്റെ ലേബർ റൂൾ പ്രകാരം ഞങ്ങളിപ്പോൾ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നാഷണാലിറ്റി വെച്ചിട്ടാണ് വിസ അപ്രൂവ് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ കൺട്രീസിലുള്ള ആൾക്കാരെ ഞങ്ങൾ എന്തായാലും വിസ എടുത്ത് ജോലിക്ക് വെക്കേണ്ട ഒരു നിർബന്ധമായ ആവശ്യം. ഈ ഇതിനു മുമ്പ് ജോലി ചെയ്യുന്ന കുവൈറ്റിലും ഒമാനിലൊക്കെ സെയിം? അല്ല, ഞാനില്ല. ഒമാനിൽ കുവൈറ്റിലൊക്കെ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അങ്ങനെയായിരുന്നു ഫീൽഡ്. ഒരു റീറ്റെയിൽ ലൈനിലേക്ക് വരുന്നത് ഖത്തറിൽ വന്നതിന് ശേഷം മാത്രമാണ്. അവിടെയൊക്കെ സെയിൽസിൽ ഔട്ട്ഡോറിൽ പോയിട്ട് വർക്ക് ചെയ്യായിരുന്നു? പോയിട്ടുണ്ട്. ഔട്ട്ഡോർ ആയിരുന്നു. എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഇത് കൂടാതെ ഗൾഫിലല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല. നാട്ടിൽ എവിടെയാണ് ശരിക്കും? നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ എന്ന് പറയുമ്പോൾ ഏത് റൂട്ടാണ്? ഇരിക്കൂർ ഇപ്പോൾ പുതിയ എയർപോർട്ട് വരാൻ പോകുന്ന മട്ടന്നൂർ, അടുത്ത് കയറിയിട്ട് വരും. മട്ടന്നൂർ, ഇരിക്കൂർ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ, ബാപ്പ. മാരീഡാണോ? മാരീഡാണ്. രണ്ട് കുട്ടികളുണ്ട്. ഫാമിലി ഇവിടെ ഉണ്ട് ഖത്തറിൽ. മക്കളുടെ പേരെന്താ? മൂത്ത മകൾ ഷാഹീൻ, മകൻ ഷാമിൽ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സാധിക്കുമായിട്ട് അല്പസമയം ഞങ്ങളുടെ ചാനലിന് വേണ്ടി അനുഭവങ്ങൾ പങ്കിട്ടതിൽ. എല്ലാ നന്മകളും തന്നെ ഒരുപാട് ഉയർച്ച ഉണ്ടാകട്ടെ. എല്ലാ വിശ്വാസവും. താങ്ക് യു. എനിക്ക് ഈ ഇൻ്റർവ്യൂവിന് അവസരം തന്ന ഈ ചാനലിന് സർവ്വവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. 30 വർഷങ്ങൾക്ക് മുമ്പ് അനന്തപുരിയിൽ നിന്ന് ഇവിടെ എത്തുകയും സ്വന്തം കഠിനാധ്വാനത്തിലൂടെ, പ്രയത്നത്തിലൂടെ, ലക്ഷ്യബോധത്തോടുകൂടി ജോലിയിലേർപ്പെടുകയും ആ ജോലിയിൽ നിന്നും കിട്ടിയ അനുഭവ സമ്പത്തുമായി സ്വന്തമായൊരു വ്യവസായം കെട്ടിപ്പൊക്കുകയും ആ വ്യവസായത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്ത ശ്രീ സുദർശൻ ചേട്ടനുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ഞാൻ നേരുന്നു, ആശംസകളും നേരുന്നു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ചോദ്യമാണ്: പത്മനാഭപുരം പാലസ് ഏത് ജില്ലയിലാണ്? ചോദ്യം ഒന്നുകൂടി: പത്മനാഭപുരം പാലസ് ഏത് ജില്ലയിലാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.